ഹലോ, ഇന്ന് നമ്മൾ മുന്തിരി വെച്ച് നല്ലൊരു റെസിപ്പിയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ മുന്തിരി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1.5 കപ്പ് മുന്തിരി ഉണ്ടാവും. അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മുന്തിരിയുടെ മേലെ നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 2-2.5 കപ്പൊക്കെ വെള്ളം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ ഒന്ന് തിളച്ചൊന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി ചെറിയൊരു പർപ്പിൾ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. തിളച്ച് തുടങ്ങിയാൽ പിന്നെ നമ്മൾ ഒരുപാട് നേരമായിട്ട് വേവിക്കേണ്ട, ഒരു 2 മിനിറ്റ് അത്രയൊക്കെ വേവിച്ചാൽ മതി. അതിനുശേഷം നമ്മൾ മുന്തിരി ഇതുപോലെ ഒന്ന് കോരിയിട്ട് കുറച്ചൊന്ന് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. തണുത്ത വെള്ളമാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഞാനിവിടെ തണുത്ത വെള്ളമല്ല എടുത്തിട്ടുള്ളത്, നോർമൽ നമ്മുടെ വെള്ളം ഉണ്ടല്ലോ അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് മുന്തിരി വെന്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ സാധാ വെള്ളത്തിലേക്ക് മാറ്റുന്നത്. മുന്തിരി മാത്രം എടുത്ത് മാറ്റുക, അതിൻ്റെ ജ്യൂസ് എടുത്ത് മാറ്റണ്ട. അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മളിത് കോരിയെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ വെള്ളം നമുക്ക് അങ്ങനെ തന്നെ വെക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടാറിക്കോട്ടെ. നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മുന്തിരിക്കകത്ത് നിന്ന് പൾപ്പും തൊലിയും വേറെ വേറെ ആക്കണം. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുരു ഇല്ലാത്ത മുന്തിരി ആണെങ്കിൽ കുരുവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ കുരുവുള്ള മുന്തിരി എടുത്തിട്ടില്ല. അപ്പോൾ കുരു ഒന്ന് കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ കുരു അങ്ങ് പോയിക്കോളും. അപ്പോൾ സൂക്ഷിച്ച് പൾപ്പും അതുപോലെ തന്നെ തൊലിയും വേറെ വേറെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് കുറച്ച് പണിയുള്ള സ്റ്റെപ്പാണ്, പക്ഷേ നമ്മളെല്ലാം കഴിഞ്ഞ് വരുന്ന സമയത്ത് സംഭവം അടിപൊളിയാണ്, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇതുപോലെ പൾപ്പ് നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട്. അതായത് പൾപ്പ് ഒരു ബൗളിലാക്കിയിട്ടുണ്ട്, തൊലി ഞാൻ വേറൊരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ ആ ഒരു വെള്ളത്തിലേക്ക് നമ്മളിപ്പോൾ മുന്തിരി ഇട്ട് വെച്ച വെള്ളം ഉണ്ടല്ലോ, അത് നല്ല കളറായിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തൊലിയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഞാൻ ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര ചേർക്കുന്നുണ്ട്. മധുരം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊരു 5-8 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആ തൊലിയിലുള്ള ആ ഒരു എന്താ പറയുക, മുന്തിരിയുടെ ആ ഒരു ജ്യൂസും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങും. അതുപോലെ തന്നെ വെള്ളം കുറച്ചൊന്ന് തിക്കാവുകയും ചെയ്യും. ഒരുപാട് തിക്കായിട്ടല്ല ഇതുണ്ടാവുക. നമ്മൾ പൾപ്പ് ചേർത്ത് ഇത് വെള്ളം പോലെയാണ് ശരിക്കും കുടിക്കുന്നത്. ഇത് ഒരുപാട് പേര് കുടിച്ചിട്ടുണ്ടാവും, ഹണി ഗ്രേപ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 5-8 മിനിറ്റ് ഞാൻ വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അരിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തൊലിയൊക്കെ ഫുൾ ഇതിലേക്ക് ആ ഒരു ചാറൊക്കെ അതിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മുഴുവനായിട്ട് പൊയ്ക്കോളും. ഇത് നമ്മൾ ജ്യൂസ് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ തൊലിയൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ ആ ഒരു വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറണം. റൂം ടെമ്പറേച്ചറിലാവുന്ന സമയത്താണ് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു പൾപ്പുണ്ടല്ലോ, ആ ബോൾസ് അത് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതൊരു 2-3 മണിക്കൂർ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് കുടിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കുടിക്കുകയാണെങ്കിൽ അങ്ങനെയും കുടിക്കാം. നല്ലപോലെ തണുപ്പിച്ച് കുടിക്കുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ദിയാൻസ് കണ്ണൂർ കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക്